ഹായ് ചക്കരകളെ, ഇന്ന് നമ്മളൊരു അവിയലുണ്ടാക്കാൻ പോകണം. കാണാം. നമുക്ക് അവിയലിനുള്ള അരപ്പ് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഞാനിന്ന് റെഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് വെന്ത് വാർത്തിയ. ഇനി നമുക്ക് അവിയലിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ചക്കരകളെ, നമ്മുടെ അവിയൽ റെഡിയായിരിക്കുകയാണ്. അപ്പം അരപ്പൊക്കെ ചേർത്ത് സെറ്റാക്കി വെളിച്ചെണ്ണ മേളിലൊഴിച്ച് പിന്നെ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അവിയൽ റെഡിയായി. ഓക്കെ, ഇടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ഇനി ചക്കരകളെ, നമുക്കൊരു വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഈ പാത്രമൊക്കെ ഞാനാണ് നശിപ്പിച്ചത് കേട്ടോ. ഞാൻ ആ സ്റ്റീൽ ചകിരിയിട്ട് ഇങ്ങനെ ഉരച്ച് കഴിയും. അതാണ്. ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഇട്ട് സവോള ഇട്ട് വഴറ്റുക. വെണ്ടക്ക വെക്കും. കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇനി നമുക്ക് എളുപ്പത്തിൽ ഒരു തക്കാളി രസം കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയപ്പോൾ കറിവേപ്പില ഇട്ടില്ലായിരുന്നല്ലോ. എനിക്ക് കറിവേപ്പില മരമൊന്നും ഇല്ലാണ്ട് പുറത്തുനിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പില കഴുകി മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരം എടുത്തത് കറിവേപ്പില ഇടാൻ വെണ്ടയ്ക്കയിൽ. ഓക്കെ, അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മുക്കാലോളം വെന്ത് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെ, നമ്മുടെ അവിയൽ റെഡിയായിരിക്കുകയാണ്. തട്ടിക്കൂട്ട് രസമാണേ. ആദ്യം വെളിച്ചെണ്ണ, കടുക്, ഉലുവ, പിന്നെ കുറച്ച് മല്ലി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ, പിന്നെ നല്ല ജീരകം, തക്കാളി, തൊലി കളഞ്ഞ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് കറക്കി വെച്ചിരിക്കുക. അപ്പോൾ അതും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. രസമല്ലേ, ഉപ്പിലേക്ക് കൊള്ളത്തില്ല. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്ന ആ കറിവേപ്പിലയും കൂടെ കുറച്ചിടാം. തീ കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടി ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഉപ്പ് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാകും.
നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയുടെ ആ വെളുത്തുള്ളിയും കുരുമുളകിൻ്റെയൊക്കെ ആ ടേസ്റ്റ്. അപ്പം നമ്മുടെ രസം റെഡിയായി മക്കളെ.